ഇത്തരം ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന വ്യക്തികൾക്കൊരു വലിയ പ്രത്യേകതയുണ്ട്. ഏറ്റവും വലിയ ഫ്രോഡുകൾ ഇവരായിരിക്കും. അതിനകത്തൊരു ഡൗട്ടും വേണം. ആദ്യം അവിടെ തൂക്കാൻ വന്നവൻ മാനേജറായി. ഒന്ന് ആലോചിച്ച് നോക്കണം. ഏതോ ഒരു ജ്യോത്സ്യം പറഞ്ഞെന്ന് പോലും അവൻ ഇനി ആ കമ്പനിയിൽ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മുതലാളിക്ക് ദോഷമാണ്. ഇറക്കാനും മുക്കാനും പിടിക്കാനും ഒക്കെ തന്നെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരിത്. അതായത് മാക്സിമം കാശ് അവനവൻ ഉണ്ടാക്കുക. എനിക്ക് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാത്തൊരു സ്റ്റേജിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ അവരെ പറയണം എന്നല്ല, നിങ്ങൾക്ക് അങ്ങനെ അനുഭവങ്ങളുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ. ചില കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി വേണം. അത് എനിക്കൊരു ക്ലാരിറ്റി വരുത്താനാണ്. അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഞാൻ പറയുന്നത് ശരിയെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഹായ്, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കടക്കാമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് രാവിലെ ഇന്നലെയും ആയിട്ട് ഒന്ന് രണ്ട് വീഡിയോസ് ഷോർട്സ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടിട്ടുള്ളതിലെ വെച്ച് ആ ഒരു ഷോർട്ട് വീഡിയോയുടെ ഒരു ലോങ് വീഡിയോ ആണ് ഇപ്പോൾ വരുന്നത്. എന്താ കാര്യമെന്ന് വെച്ചാൽ, അതിൽ ഞാൻ പറഞ്ഞിരുന്നത്, ഒന്ന്, നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ ഞാൻ പോയ സമയത്ത് ആ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ഒരു ലൗഡ് സ്പീക്കറിലൂടെ ഒരു ഭർത്താവ് ഭാര്യയുമായിട്ട് സംസാരിക്കുന്നത്, ഭാര്യ പറയുന്നത് നാട്ടുകാർ മൊത്തം കേട്ടുകൊണ്ട് നിൽക്കുന്നത്. അതായത് ഭർത്താവ് ലൗഡ് സ്പീക്കറിലിട്ട് കേൾക്കുകയാണ്, ഒരു ഹെഡ്സെറ്റ് യൂസ് ചെയ്യാതെ. അതൊന്ന്. രണ്ട്, നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഞാൻ എന്ത് തന്നെ ആയാലും നമ്മൾ ആ ഒരു ഇപ്പം ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേജിലുള്ള നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മുടെ ഓണറെയോ അല്ലെങ്കിൽ ബോസ് എന്ന് പറയുന്ന ആളെയോ അല്ലെങ്കിൽ മാനേജർ എന്ന് പറയുന്ന ആളെയോ അല്ലെങ്കിൽ MD എന്ന് പറയുന്ന ഒരു വ്യക്തിയോ കാണുമ്പോൾ നമ്മൾ കാണിക്കുന്ന ഒരു പ്രഹസനവും പ്രകടനവും ഒക്കെ ഉണ്ട് ചില വ്യക്തികൾ. എല്ലാവരും അല്ല കേട്ടോ, ചിലർ. അതായത് കാണുമ്പോഴത്തേക്കും അവർ അയ്യോ അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ആക്ച്വലി അത് എക്സ്പീരിയൻസ് ചെയ്യണം. ഒരുപാട് പേര് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അത് കൂടുതലും കാണിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് ഇവർ മേ ബി എന്താ പറയുക, എനിക്കറിയില്ല എന്തിനാണെന്ന് എനിക്കറിയത്തില്ല ഈ കാണിക്കുന്നത്. പക്ഷേ പുള്ളി വരുന്നു അല്ലെങ്കിൽ ഓണർ വരുന്നു അല്ലെങ്കിൽ ഓണറുടെ വണ്ടി വരുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഇവിടെ പ്രഹസനം തുടങ്ങും. വരുന്നു മാറിയില്ല, മിണ്ടാരെ, ആള് വരുന്നു, ഓണർ വരുന്നു, എല്ലാവരും പാടെ മിണ്ടാരുടെ എന്ത് ഈ ഒരു സെറ്റപ്പ്. പിന്നെ വരുമ്പോഴത്തേക്കും പുള്ളി വരുന്നതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. എനിക്കറിയില്ല ആ കാണിക്കുന്ന സംഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എത്ര കണ്ട് മനസ്സിലാവുമെന്ന് വെച്ചാൽ മനസ്സിലാവാതിരിക്കത്തില്ല. കാരണം എല്ലാവർക്കും ഈ ഒരു കാര്യം കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ സ്കൂളുകളിലാണെന്നുണ്ടെങ്കിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് ഹെഡായിട്ടുള്ളത് പ്രിൻസിപ്പളാണ്. അപ്പോൾ പ്രിൻസിപ്പൾ വരുമ്പം ടീച്ചർമാർ ഇങ്ങനെയുള്ള ഒരുപാട് എന്താ പറയുക, ഇതെന്ത് തരം സ്വഭാവമാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആ ഒരു സാധനം ഉള്ളവരാണെങ്കിൽ അവർ കിടന്നുകൊണ്ട് പ്രകടനം കാണിക്കും. ഇവർ കാണിക്കുന്നത് അവർ കാണിച്ചോ, അത് വിഷയമല്ല. പക്ഷേ ഇത് മറ്റുള്ളവരുടെ മണ്ടയ്ക്കും കൂടെ അടിച്ചേൽപ്പിക്കാൻ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം. കാരണം ഇതിലെങ്ങും ഇടപെടാതെ ഓരോരുത്തർ വന്ന് ജോലി ചെയ്തിട്ട് അവരവരുടെ വീട്ടിൽ പോകുന്നു അല്ലെങ്കിൽ അവരവരുടെ റൂമിൽ പോകുന്നു. ഇങ്ങനെ ചെയ്യുന്നവരെ അവരെയും കൂടെ കമ്പൽ ചെയ്യുകയാണ് ഇവർ വന്നിട്ട്. ഇവർ കിടന്ന് കാണിക്കുന്ന പ്രഹസനത്തിൻ്റെ കൂടെ ഈ ബാക്കിയുള്ളവരും കൂടെ കാണിക്കണമെന്ന് പറഞ്ഞാൽ എവിടത്തെ ന്യായം അത്? എന്തിനാണെന്ന് എനിക്കറിയത്തുമില്ല ആ ഒരു സ്റ്റെപ്പ്. പിന്നെ തിരിച്ചറിവില്ലായ്മയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഇങ്ങനെ ചെയ്യുന്നവർ മനസ്സിലാക്കാം. ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലും ഇതേ സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യമൊക്കെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ നമ്മുടെ ലൈഫിലൂടെ നമ്മൾ കണ്ടുകൊണ്ടും കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരം ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന വ്യക്തികൾക്കൊരു വലിയ പ്രത്യേകതയുണ്ട്. ഏറ്റവും വലിയ ഫ്രോഡുകൾ ഇവരായിരിക്കും. അതിനകത്തൊരു ഡൗട്ടും വേണ്ട. ഏറ്റവും നല്ല ഫ്രോഡ് ടീംസ് ഇവരായിരിക്കും. ഈ കൂടുതൽ അങ്ങ് എന്താ പറയുക, ബഹുമാനം കാണിക്കുക, ഒരുപാട് ഞാനിവിടുത്തെ ഏതോ ഞാൻ കഴിഞ്ഞ് മറ്റൊന്നുള്ളൂ എന്നും പറഞ്ഞ് നിൽക്കുന്ന ഈ ടീമുകളൊക്കെ സൂക്ഷിക്കണം. കാരണം ഞങ്ങളുടെയൊക്കെ കഴിഞ്ഞ കമ്പനിയിൽ ഇതുപോലെ നിന്നൊരുത്തനുണ്ട്. ആദ്യം അവിടെ തൂക്കാൻ വന്നവൻ മാനേജറായി. ഒന്ന് ആലോചിച്ച് നോക്കണം. തൂക്കാൻ വന്നവൻ മാനേജറായി. അതവൻ്റെ കഴിവാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് അന്യായ കഴിവായിപ്പോയി. അപ്പോൾ തൂക്കാൻ വന്നവൻ മാനേജറായി എല്ലാം ആയി എന്ന് വെച്ചാൽ ഓണർ പിന്നെ ഇവന് എന്നെ എല്ലാം കൊടുത്തേക്കുക, എല്ലാവരുടെയും കൺട്രോൾ. തുടക്കം തൊട്ടേ പലരും പറഞ്ഞായിരുന്നു ഇത് ആപത്താണ്, അവൻ ഇത് പ്രശ്നമാണ് എന്ന്.
ഇന്നിപ്പോൾ ആ കമ്പനി ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. ആ കമ്പനി ഇപ്പോൾ ഇന്ന് ഇല്ല ദുബായിൽ. അപ്പോൾ ഇവൻ ഇവനിങ്ങനെ മാനേജറായി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ എല്ലാ സെയിലും കാര്യങ്ങളും എല്ലാം, അതായത് ഒരുപാട് ഔട്ട്ലെറ്റുകളുള്ള ഒരു കമ്പനിയായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നത് എല്ലാ രാജ്യങ്ങളിലുമായിട്ട് 10-30 ഔട്ട്ലെറ്റൊക്കെ ഉള്ള കമ്പനി ഉണ്ടായിരുന്നത്. അത് എനിക്ക് അതിൻ്റെ കൗണ്ട് അറിയില്ല, എത്ര എണ്ണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു കമ്പനിയിലെ കംപ്ലീറ്റ് സെയിൽസ്, അതായത് എല്ലാ രാജ്യത്തെയും സെയിൽസൊക്കെ ഇവനാണ് പിന്നെ കോർഡിനേറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അവൻ ആ ഉള്ള കാലം വരെയും നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ ഇവൻ പറഞ്ഞ്, ഏതോ ഒരു ജ്യോത്സ്യം പറഞ്ഞെന്ന് പോലും, അവൻ ഇനി ആ കമ്പനിയിൽ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മുതലാളിക്ക് ദോഷമാണ്, അവൻ്റെ മുതലാളിയുടെ ഫ്യൂച്ചർ നശിച്ചു പോകും, തേങ്ങ എന്നൊക്കെ പറഞ്ഞെന്നും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് മാറുക മുതലാളി എന്നും പറഞ്ഞുകൊണ്ട് ഇവനൊരു ഡ്രാമയൊക്കെ കളിച്ചങ്ങ് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വേറൊരു കമ്പനിയിൽ പോയി കയറി. ആ കമ്പനിയിൽ ഇതേ പരിപാടി, മാനേജർ തന്നെ പോസ്റ്റ്. കാരണം ഇവിടെ മാനേജറാണല്ലോ, ഇവിടെ മാനേജറും ഇവിടുത്തെ ഡെവലപ്മെൻറ്റുകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് കേൾപ്പിച്ച് എടുത്തും അവൻ അവിടെയും പോയി കയറി. എന്നിട്ട് അവിടെ ഇവൻ ഉച്ചത്തിൽ, അല്ലെങ്കിൽ ഇവൻ എന്താണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഈ കമ്പനിയിൽ മറ്റ് രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന കംപ്ലീറ്റ് സെയിൽസും ഇവൻ അങ്ങ് മുക്കി അവൻ ആ കമ്പനിയിൽ ആ സെയിലുകൾ നടത്തി. അപ്പോൾ അവൻ അവിടെ വലിയ ആളായി. കാരണം ഇവിടുത്തെ സെയിലിൽ ചെയ്തുകൊണ്ടിരുന്ന ആളുകളെല്ലാം ഇവന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇവൻ ഇതെല്ലാം കൊണ്ടങ്ങ് അവിടെ പോയിട്ട് അവിടെ സെയിൽ ചെയ്തു. എന്നിട്ട് അവൻ അവിടുത്തെ വലിയ ആളും ഗുണാണ്ടറുമായി. ഇവർക്കുള്ള ഓരോ സ്ഥാപനങ്ങളും അങ്ങനെ നഷ്ടപ്പെട്ട് അടച്ചും എടുത്തുമൊക്കെ പൊയ്ക്കൊണ്ടേയിരുന്നു. പോയി അവസാനം ഇപ്പോൾ ഒന്നുമില്ല. പിന്നെ പുള്ളി അങ്ങ് വിട്ടു. എൻ്റെ ഓണർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല, പുള്ളിക്ക് ആവശ്യം പോലെ കാച്ചിട്ട്. ഇതറിയാൻ വയ്യാതെ വേറെ കുറേ പൊട്ടന്മാർ, അയാൾ മുടിഞ്ഞു പോയി, അയാൾ തെളിഞ്ഞു പോയി എന്നും പറഞ്ഞ് നടക്കുന്ന കുറേ പൊട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അയാൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അയാൾ അതിന് വേണ്ടി ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. ഇത് പോയാലും ഒരു തേങ്ങയില്ല. കാരണം എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളായിരുന്നു അയാൾ, കുഞ്ഞിലെ തൊട്ട് എനിക്കറിയാവുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി, ഞാനിവിടെ ഈ ഒരു വിഷയമൊക്കെ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ നടക്കുമ്പോഴൊക്കെ ഞാനിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ കമ്പനി തന്നെ. അതിന് ശേഷം ഞാൻ കുറച്ച് നാൾ നാട്ടിൽ നിന്നായിരുന്നു. പിന്നെ വീണ്ടും ഞാൻ വന്നപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതാണ്, ഞാൻ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല, ഇത് പോകുന്നിടം വരെ പോകട്ടെ. അന്നും ഞാൻ വരുമ്പോഴും ഒരു 10 ഔട്ട്ലെറ്റോളം ദുബായിൽ മാത്രമായിട്ടുണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ ആയിട്ട് നിൽക്കുക. അത് പോകുന്നിടം വരെ പോകട്ടെ, അതൊരു വിഷയമല്ല. ഇതിപ്പം കടഞ്ഞു പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് അവർ മര്യാദയ്ക്ക് ഇത് കൊണ്ടുപോയാൽ അവർക്ക് മാസം ശമ്പളം എടുക്കാം എന്ന രീതിയിൽ കൊണ്ടുപോട്ടെ എന്ന് കരുതി നിന്ന് അവിടെ നിൽക്കുന്നവന്മാരോ എല്ലാം കണക്കാണ്. ഈ എല്ലാവർക്കും ഒരു കുഴപ്പമുണ്ട്, എല്ലാവർക്കും അവരവരുടെ കാര്യം നടന്നാൽ മതി, അല്ലാതെ അതിനപ്പുറത്തോട്ടില്ല. പക്ഷേ അവരവരുടെ കാര്യം നടക്കുമ്പോൾ ഈ ജോലിയെ സ്നേഹിക്കുന്നവർ വേണം, എങ്കിലേ ആ ജോലി കറക്റ്റായിട്ട് നടക്കൂ, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. അതല്ലാതെ ഇപ്പം കമ്പനിയെ വളർത്തണമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവർ, അങ്ങനെ ഒരു ആത്മാർത്ഥതയുള്ളവരൊന്നും ഒരിക്കലും ഇല്ല. ഈ അവനവൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. കക്കാനും മുക്കാനും പിടിക്കാനും ഒക്കെ തന്നെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരിത്. അതായത് മാക്സിമം കാശ് അവനവനുണ്ടാക്കുക, തടി അനങ്ങാതെ ഉണ്ടാക്കുക, ഇത്ര തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം. അങ്ങനെയുള്ള അവസ്ഥയായപ്പോൾ അപ്പോൾ അവിടെ നിൽക്കുന്നവർക്ക് എന്താ, അവർക്ക് ഈ ഉത്തരവാദിത്വം എന്ന് പറയുന്നതല്ല, നമുക്കെപ്പോഴും ലാഭമാണ്. ഒരു കമ്പനി റൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ ലാഭമാണ് ഉണ്ടാക്കേണ്ടത്. അല്ലാതെ നമ്മൾ കുറേ കൗണ്ട് ഓഫ് സെയിൽ ഉണ്ടാക്കി പക്ഷേ അതിനകത്തില്ല പ്രോഫിറ്റ് വളരെ കുറവാണെങ്കിൽ എന്ത് കാര്യമോ, ഒരു കാര്യമില്ല. നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ വേണം, അല്ലെങ്കിൽ സെയിൽസ് കൂടുമ്പോൾ ചെറിയ പ്രോഫിറ്റ് ഒരുപാടാവും, അതൊക്കെ ന്യായമാണ്. പക്ഷേ അതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു. അതായത് 50 രൂപയുടെ ഒരു സാധനം നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്തിട്ട് ഇത് ഒരു 51 രൂപയ്ക്കെങ്കിലും വിൽക്കണ്ടേ, 1 രൂപയെങ്കിലും ഒരു പീസിൽ കയറ്റി വെച്ച് വെക്കണ്ടേ. ഇത് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഉണ്ട്, പക്ഷേ അത്ര ക്വാണ്ടിറ്റി ഇല്ല. പണ്ട് നമ്മൾ കണ്ടെയ്നർ കണക്കാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് കാർട്ടൂൺ കണക്കിന് മാത്രമാണ് സെയിൽ ചെയ്യുന്നത്. ഒരു കാർട്ടൂൺ എന്ന് വെച്ചാൽ ഇത്ര പീസേ കാണത്തുള്ളൂ. കണ്ടെയ്നറിൽ കയറി പോകുന്ന എത്ര, ഒരു സിംഗിൾ ചെറിയ കാർട്ടൂൺ എത്ര എന്ന് മനസ്സിലാക്കണം. ആ ഒരു റേഞ്ചിലേ ചെയ്യുന്നുള്ളൂ. അതിനാണ് ഈ പ്രോഫിറ്റും കൂടെ കുറവ്. ഒരു പോലും ഇടാതെ 50 പൈസയ്ക്ക് ഇട്ടൊക്കെ അങ്ങ് വിൽക്കുക എന്ന് വെച്ചാൽ ഇവർക്ക് സെയിൽ കാണിക്കണം. ഇവരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ കുറേ ക്വാണ്ടിറ്റി ഇങ്ങനെ കിടക്കണം. ഇതിൽ പ്രോഫിറ്റ് അതല്ല വിഷയം, ക്വാണ്ടിറ്റി ഇങ്ങനെ കിടക്കണം കുറേ. ഞാൻ എല്ലാ ദിവസവും ഇത്രയും സെയിലുണ്ട്, എൻ്റെ ടോട്ടൽ എമൗണ്ട് നോക്കുമ്പോൾ കുറേ ഉണ്ട്, പക്ഷേ ഇതിലെ പ്രോഫിറ്റ് നോക്കുമ്പോൾ 1 ലക്ഷം രൂപയുടെ കച്ചവടത്തിൽ 100 രൂപ ലാഭം. ഇതാണ് സംഭവം അവസാനം നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പുള്ളിക്കാരനും ഓണറായ പുള്ളിക്കാരനും പറഞ്ഞു, പോട്ടെ പുല്ല്, ഇനിയിപ്പം ഞാൻ ഇതൊന്നും നോക്കുന്നില്ല, എന്തെങ്കിലും ആവട്ടെ. പുള്ളിക്കാരൻ അമേരിക്കയിലും കണ്ട് സെറ്റിലാവാൻ വേണ്ടിയിട്ടായിരുന്നു താല്പര്യം. പുള്ളി അങ്ങനെ അവിടത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കിപ്പോയി. പക്ഷേ ഇത് കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി അറിയാം, എല്ലാവരെയും നല്ലപോലെ എനിക്കറിയാം.
അപ്പോൾ കുറേ പേര് പറഞ്ഞു ആ കമ്പനി പൂട്ടിപ്പോയി, എന്തൊരു അഹങ്കാരം, അല്ലെങ്കിൽ അവൻ എന്തുമായിരുന്നു, മാങ്ങയായിരുന്നു, തേങ്ങയായിരുന്നു, അവൻ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ കരുതുന്നവർക്ക് അങ്ങനെ തന്നെ കരുതാം. പക്ഷെ ഞാൻ പറയും അങ്ങനെ കരുതുന്നവർ വെറും വിഡ്ഢികളാണ്. കാരണം ഇത് പൂട്ടി പോകുമെന്ന് ആ പുള്ളിക്ക് വർഷങ്ങൾക്ക് മുമ്പേ അറിയാവുന്ന കാര്യമാണ്. ആ പുള്ളിക്ക് ആ താല്പര്യവും ഇല്ലാതിരുന്നേ. അയാൾക്ക് അതിനകത്ത് ഒരു ഇൻട്രസ്റ്റും ഇല്ല. അത് വിട്ട കേസാണ്. പുള്ളിയുടെ മൈൻഡ് എനിക്കറിയാം. പുള്ളിക്ക് കുറേ കാലത്തേക്ക് ഒരു ബിസിനസ് ഒരാഗ്രഹം കാണും. ആ ബിസിനസ്സിൻ്റെ പീക്കിലെത്തും അയാൾ. അത് വേറൊരു കാര്യം. അയാളായിരുന്നു ഈ ദുബായിൽ ഏറ്റവും ടോപ്പിൽ നിന്നത്, അയാളുടെ കമ്പനി. അയാൾക്ക് അത്രേ ഉള്ളൂ അയാളുടെ ആഗ്രഹം. ടോപ്പിലെത്തുക, കഴിഞ്ഞ് പരിപാടി. അയാളുടെ ആ ഇൻട്രസ്റ്റ് തീർന്നു. പിന്നെ അതങ്ങ് പോണ വഴിക്ക് പോട്ടെ. അങ്ങനെയാണ്. അത് ആ പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെയാണ്. അതെനിക്കറിയാവുന്നതുകൊണ്ട് നമുക്കറിയാം. ഇതറിയാത്ത കുറേ പൊട്ടന്മാർ പറയും അയ്യോ അവൻ എന്തൊക്കെയായിരുന്നു, ജാടയായിരുന്നു, അതായിരുന്നു. അയാൾക്ക് ഇതിനു മുമ്പേ വേറെ ബിസിനസ് ഉണ്ടായിരുന്നു. അത് അയാൾ അതിൻ്റെ പീക്കിലെത്തിയ അതിൻ്റെ പീക്കിലെത്തി. നാട്ടിലുള്ള കംപ്ലീറ്റ് സ്ഥലത്തേക്കും അയാളായിരുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അയാൾ അത് നിർത്തി എന്നിട്ടാണ് ഇത് തുടങ്ങിയത്. ഇതും അതിൻ്റെ പീക്കിൽ ദുബായിൽ എല്ലായിടത്തും ഇയാളായിരുന്നു ടോപ്പ്. ഈ കമ്പനി എവിടെ പോയാലും അറിയാം, ഇന്നും അറിയാം. അങ്ങനെ എത്തി അയാളത് നിർത്തി. ഇതായിരുന്നു സംഭവം. അപ്പോൾ ഇതൊന്നും അറിയാതെ കുറേ പൊട്ടന്മാർ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഞാൻ ഇന്നും കേൾക്കുന്നുണ്ട് കേട്ടോ. അത് വിവരമില്ലായ്മയാണ്, അത് പ്രശ്നമല്ല ഒന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ഈ മുതലാളിമാരെ കാണുമ്പോഴത്തേക്കും ഈ മുണ്ടുപൊക്കി ഓടുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഈ വൻ പ്രഹസനങ്ങൾ കാഴ്ചവെക്കുന്നവരുണ്ട്. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത് ഒന്ന്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ മുതലാളിയെ കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്തവൻ ഇതേപോലെ ആയിരുന്നു. പുള്ളി എവിടെയെങ്കിലും വരുന്നു എന്ന് കേൾക്കുമ്പോഴേ അവിടെ കിടന്ന് ചാട്ടവും ഓട്ടവും. ഒരു മനുഷ്യനെ അവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല. എല്ലാവരെയും അടിച്ചെണീപ്പിച്ച് എല്ലാവരും എണീറ്റില്ലേ, അറ്റൻഷൻ മോഡിൽ നിന്നിടെ എന്നും പറഞ്ഞിട്ടുള്ള പ്രഹസനവും പ്രകടനമായിരുന്നു. അവൻ അടപടലം കമ്പനി കൊണ്ടുപോയി എന്ന് പറയും പോലെ. അപ്പോൾ ഇത്തരം ഒരുപാട് ഓവറായിട്ട് കാണിക്കുന്ന ആൾക്കാരെ അത് സൂക്ഷിക്കുക. അത് ആവശ്യമുള്ളവർ സൂക്ഷിക്കുക. നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതി. എന്നാലും ഞാൻ ഈ ഇത്തരം പ്രഹസനങ്ങൾ കാണും. നമ്മൾ ഓരോ ദിവസവും ഇതിങ്ങനെ കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ ആലോചിക്കും, ഇതെന്ത് പ്രഹസനം എൻ്റെ ജോയിയെ എന്ന രീതിയിൽ ഒരിത് അത്രയൊക്കെ ഉള്ളൂ. ആൻഡ് സോ അടുത്തതെന്ന് പറയുന്നത്, ഞാൻ ഈ ഹെഡ്സെറ്റിൻ്റെ കേസ് പറഞ്ഞിരുന്നല്ലോ. നമ്മളൊരു ഫോൺ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാനായാലും അത് ചെയ്താൽ തെറ്റ് തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ റൂമിലിരുന്ന് ഫോൺ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ കാമുകിയെ വിളിക്കുന്നു, അല്ലെങ്കിൽ കാമുകനെ വിളിക്കുന്നു, എന്ത് തന്നെ ആയിക്കോട്ടെ, അത് ചെയ്യുമ്പോൾ അത് നമ്മുടെ പേഴ്സണൽ ആവശ്യമാണ്. ഒരു ഫോണിൽ നമ്മൾ സംസാരിക്കുന്നത് അത് നമ്മുടെ പേഴ്സണൽ ആവശ്യം. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളത് അത് നമ്മൾ ഫോൺ ചെയ്യുന്ന ആളിൻ്റെ ഒരു മര്യാദയും മാന്യതയും ആണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ എനിക്കും ഈ ഒരു അബദ്ധം പറ്റാം, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അത് ഞാനും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പം ഞാൻ അതുപോലെ ഒരുപാട് കാര്യങ്ങളിലേക്കൊന്നും, അല്ലെങ്കിൽ ഒരുപാട് അധികം ഫോൺ ചെയ്യുന്ന ഒരു ഇതല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ റീസെൻ്റ്ലി എന്താ പറയുക, ഇപ്പോൾ ഇതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇതായപ്പോഴത്തേക്കും എന്നെ പലരും വിളിക്കാറുണ്ട്, പല കാര്യങ്ങളും, അല്ലെങ്കിൽ വിളിച്ച് സുഖവിവരങ്ങൾ അന്വേഷിക്കാറുണ്ട്. അങ്ങനെയൊക്കെ കൂടെ ഒത്തിരിയധികം കോൾസ് വരാറുമൊക്കെ ഉണ്ട്. ആൻഡ് സോ അത് ഇപ്പോൾ ഞാൻ കുറച്ചത് ഇത് ചെയ്തു. കാരണം നമുക്ക് അറിയാമല്ലോ നിങ്ങൾക്ക്, എനിക്ക് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാത്തൊരു സ്റ്റേജിലേക്ക് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് മെസ്സേജ് അയക്കുക, വിശേഷങ്ങൾ ചോദിക്കുക. അത് തെറ്റോ കുറ്റമോ അല്ല. പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഒരാളെ എനിക്ക് മെസ്സേജ് അയക്കുന്നുള്ളൂ. പക്ഷേ എൻ്റെ അവസ്ഥ അതല്ല. എനിക്ക് ഒരുപാട് പേര് ആ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഞാൻ ഒരാൾ വേണം ഇതിനെല്ലാം റീപ്ലൈ കൊടുക്കാനായിട്ട്, അല്ലേ? അത് എനിക്കൊരു ബുദ്ധിമുട്ടായതുകൊണ്ടല്ല, ബട്ട് എൻ്റെ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ആ ഒരു കാര്യത്തിലേക്ക് എനിക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. കാരണം നമുക്ക് ഇപ്പോൾ ഓക്കെ, റീസെൻ്റ്ലി ഇന്ന് നാളെ ആയിട്ട് അവധി ദിവസങ്ങളാണ്. അത് ഓക്കെ, നമുക്ക് സമയം കിട്ടുന്നുണ്ട്. അതല്ലാത്ത എൻ്റെ വർക്കിംഗ് ഡേയ്സിൽ എനിക്ക് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് ടൈം കിട്ടുന്നില്ല. കാരണം ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തതിന് ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നതല്ല. പക്ഷേ ഞാനൊരു സാഹചര്യം പറഞ്ഞു എന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു വരുമ്പോൾ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ, ഈ കോളുകൾ വരുമ്പോൾ പരമാവധിയും നമ്മളൊരു ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക. ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും ഇരിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ആ ഒരു കോള് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. അത് ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അതേപോലെ തന്നെ ഞാൻ പറയുന്ന 1-2 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 1-2 പറഞ്ഞ കാര്യങ്ങളിൽ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ, അവരെ പറയണം എന്നല്ല, നിങ്ങൾക്ക് അങ്ങനെ അനുഭവങ്ങളുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ.
അത് കാര്യം വേറൊന്നിനുമല്ല, ഒന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിനി എൻ്റെ മാത്രം തോന്നലുകളും എൻ്റെ പ്രശ്നങ്ങളും ആണോ എന്നുള്ളത് അറിയണമല്ലോ, അതുകൊണ്ട് പറയുന്നേ ഉള്ളൂ. ആൻഡ് വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്തേക്കാം. അതിനുശേഷം ഞാൻ ഇന്ന് ഒരു 2-3 വീഡിയോസ് കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ ED റേറ്റൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ. പിണറായി വിജയൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. പിണറായി എന്ന് പറയുന്ന അയാളുടെ സ്ഥലത്തിൻ്റെ പേരല്ലേ, വിജയൻ, മുൻ CM വിജയൻ. പുള്ളിയുടെ വസതിയിലേക്ക്, വീടുകളിലേക്കും മറ്റുമൊക്കെ ആയിട്ട് റെയ്ഡും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോൾ പുള്ളിയുടെ മകളുടെ ഒരു കേസിൻ്റെ കാര്യമായിട്ടാണ് അങ്ങനെ റെയ്ഡും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ പ്രശ്നം സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ED വന്ന, ഈ ഓഫീസേഴ്സ് വന്ന വാഹനം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ CPM പ്രവർത്തകരെല്ലാവരും കൂടി ആ വാഹനങ്ങളൊക്കെ അടിച്ചങ്ങോട്ട് നശിപ്പിച്ച്, അതിൻ്റെ ചില്ലുമൊക്കെ അടിച്ച് പൊട്ടിച്ച്, അതിനകത്ത് പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഒക്കെ ഉള്ളതായിരുന്നു ഓഫീസേഴ്സ്. അപ്പോൾ അവർക്ക് പരിക്കുകളുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് ഡീറ്റെയിൽ അറിയില്ല. അപ്പം ഞാൻ ആ ന്യൂസിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് എടുത്തിട്ട് അതൊന്ന് സ്റ്റഡി ചെയ്തിട്ട് ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് 1-2 കാര്യങ്ങൾ പറയണമെന്നൊരു ഉള്ളിലൊരു തോന്നലെന്ന് വെച്ചാൽ എന്തോ അങ്ങനെയൊന്ന് പറയാൻ തോന്നുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാധവ് സുരേഷ് ഗോപിയുടെ ഇളയ മോനും പിന്നൊരു അശ്വന്ത് കോക്കുമായിട്ടുള്ള പ്രശ്നം. അശ്വന്ത് കോക്കില്ലേ, സിനിമ റിവ്യൂ ചെയ്യുന്ന ആൾ, പുള്ളിയായിട്ടുള്ള ഇഷ്യൂവും അതും എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ട്. പിന്നെ അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്. നമുക്ക് തുടരെ ഓരോ കാര്യങ്ങളും പൊക്കിയെടുത്തുകൊണ്ട് വരാം. ചില കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി വേണം. അത് എനിക്കൊരു ക്ലാരിറ്റി വരുത്താനാണ്. അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഞാൻ പറയുന്നത് ശരിയെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്, ടേക്ക് കെയർ, ബൈ.